നടൻ സിദ്ദിഖിനെതിരെ ഇന്നലെയാണ് യുവനടി DGPക്ക് പരാതി നൽകിയത്. പരാതി മ്യൂസിയം പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറി. ഇമെയിലിൽ ലഭിച്ച പരാതിയിൽ പുലർച്ചെ 2 മണിയോടെ മ്യൂസിയം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. ബലാത്സംഗ കുറ്റവും ഭീഷണിപ്പെടുത്തലുമാണ് സിദ്ദിഖിനെതിരെ FIRൽ ചുമത്തിയിരിക്കുന്നത്. കുറഞ്ഞത് 7 വർഷം കഠിന തടവ് ലഭിക്കാവുന്ന ജാമ്യമില്ലാ കുറ്റമാണ്. 2016 ജനുവരിയിൽ തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് പീഡിപ്പിച്ചുവെന്നാണ് FIRൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കേസെടുത്തതിന് പിന്നാലെ നടിയുടെ മൊഴി പ്രത്യേക സംഘം രേഖപ്പെടുത്തി. തിരുവനന്തപുരം വഞ്ചിയൂരിൽ സഖിയുടെ ഓഫീസിലെത്തിയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിലെ വനിതാ SI മൊഴി രേഖപ്പെടുത്തിയത്. മൊഴി പരിശോധിച്ച ശേഷമാകും തുടർ നടപടികൾ. സിദ്ദിഖ് മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുന്നതായാണ് ലഭിക്കുന്ന സൂചന. അതേസമയം യുവ സൂപ്പർ സ്റ്റാറിനെതിരെ തിരുവനന്തപുരം സ്വദേശിയായ നടി പ്രത്യേക അന്വേഷണ സംഘത്തിന് പരാതി നൽകി. നടിയുടെ മൊഴിയും രേഖപ്പെടുത്തി. പരാതിയിൽ നിന്ന് പിന്നോക്കം പോയിട്ടില്ലെന്നും തനിക്ക് ഭീഷണികളുണ്ടെന്നും നടി മാധ്യമങ്ങളോട് പറഞ്ഞു. അർദ്ധരാത്രി 12:30 ദുബായ് നമ്പറിൽ DGP ഫേക്കായിട്ട് സേവ് ചെയ്ത നമ്പറിൽ നിന്നൊക്കെ എനിക്ക് കോൾ വരുന്നുണ്ട്. നമ്മളെ എതിർക്കാൻ ശ്രമിക്കുന്ന വലിയൊരു ടീമിനായതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് പലതരത്തിലുള്ള ഭീഷണികൾ ഉണ്ടാവുമായിരിക്കും. ഞാൻ ഭയക്കുന്നില്ല. സിനിമാ മേഖലയിലെ ലൈംഗിക പീഡന പരാതികൾ അറിയിക്കാൻ പ്രത്യേക സംഘം സംവിധാനമൊരുക്കിയിട്ടുണ്ട്. തിരുവനന്തപുരം റേഞ്ച് DIയുടെ ഇമെയിലിലേക്കാണ് പരാതികൾ അയക്കേണ്ടത്. നിലവിൽ ലഭിച്ച പരാതികളിൽ പരിശോധന തുടരുകയാണ്. DGPക്ക് ലഭിച്ചതടക്കം ഏതാണ്ട് 16ഓളം പരാതികൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുണ്ട്. ഇതിൽ ആവർത്തിച്ചുള്ള പരാതികളും മൂന്നാം കക്ഷികളുടെ പരാതികളുമുണ്ട്. വിശദമായ പരിശോധനയ്ക്ക് ശേഷമാകും ഈ പരാതികളിൽ തുടർ നടപടി സ്വീകരിക്കുക. R. അനന്തകൃഷ്ണൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.